ഓരോരുത്തർ പൈസ ഉണ്ടാക്കുന്ന വഴി, ഓരോരുത്തർ പൈസ ഒന്നത് ഇപ്പോൾ കാണാം, വലിയ ബെൻസ് കാറും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഓരോരുത്തർ ഇങ്ങനെ അടിക്കടി ഓരോ ദിവസങ്ങളിൽ അവരെ കയ്യിൽ പൈസ ഇങ്ങനെ കുന്നുകൂടുന്നത് കാണാം. അത് ഏത് വഴിക്ക് പൈസ വന്നു, എങ്ങനെ അവരെ കയ്യിൽ പൈസ ഉണ്ടായി, എങ്ങനെ അവർ ഇത്രയും വലിയ വീട് പണിത്, എങ്ങനെ ഇത്രയധികം സ്ഥലങ്ങൾ മേടിക്കണത്, എങ്ങനെ ഇത്ര വലിയ ബിസിനസ് അവർക്ക് ഒന്നും ഉണ്ടാകുന്നില്ല, എങ്ങനെ ഇത്രയധികം ബിസിനസ് ചെയ്യുന്നു, ഇവർക്ക് ഇതിനൊക്കെ അവിടെ പൈസ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ ഒരു അന്തം കിട്ടില്ല. പക്ഷെ അവരുടെയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ പൂച്ച് പുറത്ത് ചാടും. അങ്ങനെ പൂച്ച് പുറത്ത് ചാടിയ ഒരു ഡോക്ടറെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇതിൽ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബാംഗ്ലൂരിൽ നടന്നൊരു സംഭവമാണ്. വളരെ ഭീകരമായ, വളരെ അധികം നമ്മളെ ഞെട്ടിക്കുന്ന ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുമോ എന്ന് നമുക്ക് സംശയം തോന്നും. ഒരു സിനിമയിൽ പോലും നമ്മളിങ്ങനെ ഒരു സംഭവങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ ചെയ്ത സംഭവങ്ങളെ നമ്മൾ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർക്ക് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ബാംഗ്ലൂരിൽ. ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഒരു ഹൈടെക് ഹോസ്പിറ്റലാണ് അവിടെ. നമ്മുടെ അവിടുത്തെ പോലെ തൂറ്റ മെഡിക്കൽ കോളേജൊന്നുമല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നും. അതൊക്കെ നല്ല സ്റ്റാർ ഹോട്ടൽ പോലെ നടത്തുന്ന വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ, അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക വില്ലനാ. അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളായിട്ട് അവന് ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഒരു സുന്ദരിനെ കണ്ടാൽ സ്വന്തമാക്കണം എന്ന് വിചാരിച്ചാൽ അവൻ സ്വന്തമാക്കും. അതിനെതിരെ നിന്ന അവൻ ബലാത്സംഗം ചെയ്യുകയും ചെയ്യും. അത് അവനൊട്ട് പിടിക്കാനും പറ്റില്ല. അങ്ങനെ അത്ര പല ബന്ധങ്ങളും അവൻ ചെയ്തിട്ടുമുണ്ട്, അത് ഒതുക്കിയിട്ടുമുണ്ട്, കാശ് കൊടുത്ത് ഒതുക്കിയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവിടെ പുതിയൊരു അപ്പോയിൻമെൻറ്റ് വരികയാണ്. ഒരു സുന്ദരിയായിട്ടുള്ള ഒരു ഡോക്ടർ. പല രീതിയിലും ഇവൻ്റെ സാമ്പത്തികം വെച്ചും ഇവൻ്റെ സൗന്ദര്യം വെച്ചും ഇവൻ്റേതായുള്ള രീതിയിലൊക്കെ ആ സ്ത്രീനെ കീഴ്പ്പെടുത്താൻ നോക്കി, നടന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഇവനൊരു 3 സുഹൃത്തുക്കളുണ്ട്. ഒരു ഗാങ്ങാണ്, ഒരു കൊള്ളസംഘം എന്ന് പറയില്ലേ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കൊള്ളസംഘം എന്ന് പറയില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് ഡോക്ടർക്ക് എന്ത് ശമ്പളം ഉണ്ടാവും നമുക്കറിയാലോ. അപ്പോൾ ആ ശമ്പളം ഒന്നല്ല ഇവൻ്റെ വരുമാനം. ഇവന് നല്ല ബെൻസ് കാർ, ആഡംബര വീടുകൾ, അങ്ങനെ പല രീതിയിലാണ് ഇവൻ്റെ സാമ്പത്തിക സ്രോതസ്. അത് ഇവിടെ നിന്നാണ് വരുന്നതെന്ന് ആർക്കും പിടുത്തം കിട്ടിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഡോക്ടറെ ഇവർ അപ്രോച്ച് ചെയ്യുന്നത്. നടക്കണ്ടായപ്പോൾ ട്രാപ്പിൽ പെടുത്തിയിട്ട് ആ ഡോക്ടറെ ഗാങ്ങായിട്ട് റേപ്പ് ചെയ്തിട്ട് നമ്മൾ വിടുകയല്ലേ ചെയ്യുന്നത്. റേപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇവനാണ് ഇവൻ്റെ കൂട്ടുകാരും കൂടി ഉണ്ട് കൂട്ടെന്നൊക്കെ നാളെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. റേപ്പ് ചെയ്തിട്ട് ആ ഡോക്ടറെ കൊന്നുകളേ ചെയ്യുന്നത്. അതിന് പോലീസ് അന്വേഷണം നടത്തി. പോലീസ് അന്വേഷണത്തിലൊന്നും പിടുത്തം കിട്ടിയില്ല. അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും പിടുത്തം കിട്ടിയില്ല. പിടുത്തം കിട്ടാണ്ടല്ല, ഇവൻ്റെ കാശിൻ്റെ മുകളിൽ ഒരു അന്വേഷണങ്ങളും മേലെ പോവാണ്ടത് കൊണ്ടാണ്. അങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തിട്ട് ഈ കേസ് CBIനെ കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ CBI ആണ് അന്വേഷിക്കാൻ വരുന്നത്. എല്ലാ അന്വേഷണങ്ങളും ചെന്ന് മുട്ടുന്നത് ഇവൻ്റെ മുന്നിലാണ്. ഇതും ഇവൻ്റെ മുന്നിൽ തന്നെ CBI എല്ലാം എണ്ണിപ്പറയ്ക്കാൻ അതിൻ്റെ തെളിവുകളൊക്കെ നിരത്തിയെടുത്ത് ഇവൻ്റെ ഗാങ്ങിനെ അറസ്റ്റ് ചെയ്യണം, എല്ലാ തെളിവുകളും വെച്ചിട്ട്. എന്നിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യുമ്പോഴൊന്നും ഇവനൊരു കൂസലില്ല. ഇതൊക്കെ ഞാൻ നേരം കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്ത് വരും എന്നുള്ളതാണ് മൂപ്പര് ആഗ്രഹം. അതുപോലെ തന്നെ ചിരിച്ചിട്ടാണ് മൂപ്പര് അറസ്റ്റ് വരിക്കുന്നതും ജയിലിൽ പോകുന്നതും ഒക്കെ. അങ്ങനെ CBI എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ചോദ്യം ചെയ്യും. ഇവൻ്റെ ബാങ്ക് ബാലൻസ്, ഇവൻ്റെ പൈസയുടെ സ്രോതസ് അന്വേഷിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ CBI ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ഇവൻ്റെ പൈസ എവിടെ നിന്നൊക്കെയോ വരുന്നത്, ലക്ഷങ്ങൾ വരുന്നത്, അതൊക്കെ ഫോറിൻ മണിയായിട്ട് വരുന്നത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നാണ് ഇവന് പൈസ വരുന്നത്. അല്ലാണ്ട് ഇവന് ഈ ഡോക്ടറായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ഇതൊന്നല്ല. ഇവൻ്റെ 3 കൂട്ടുകാരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ CBIയുടെ ലൈനിൽ ചോദ്യം ചെയ്ത് നടക്കുന്നു. അപ്പോഴാണ് ഇവൻ ശരിക്ക് ഒരു ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ ഇവത്തെ വരെ കാശ് കൊടുത്തിട്ട് എല്ലാവരും കൈക്കിലാക്കി പോക്കറ്റിലാക്കിയിട്ട് എല്ലാവരും അട്ടിമറിക്കല പതിവ്. പക്ഷെ CBIന് മൂപ്പർക്ക് അട്ടിമറിക്കാൻ പറ്റില്ല. CBIയെ നിഷേധിക്ക് ശരിക്കുള്ള പണി കിട്ടി. 8ൻ്റെ പണിയെ കിട്ടിയപ്പോൾ എല്ലാം തുറന്നു പറയേണ്ട വന്നു. പൈസ അവിടെ നിന്ന് വന്നു. ഡോക്ടറെ കൊന്ന കാര്യം, അതുപോലെ ബലാത്സംഗം ചെയ്ത കാര്യമൊക്കെ പകൽ പോലെ വ്യക്തമാണ്. അതിനുള്ള തെളിവുകളും CBI കണ്ടെത്തി. പക്ഷേ ഇവൻ്റെ പൈസയുടെ സ്രോതസ്, ഇവൻ എന്താണ്, ഇവൻ്റെ ബിസിനസ് എന്താണ്, ഇവൻ്റെ കളികൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ CBI വീണ്ടും ഞെട്ടിപ്പോയി. ഇവൻ എന്താ ചെയ്യുന്നത്? ആ ഹോസ്പിറ്റലിൽ, ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ
ഇവിടുത്തെ പോലെ ഒന്നല്ല. ഇവിടെയൊക്കെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ മോർച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ചെറ്റപ്പരിയാണ്. അവിടെ അങ്ങനെയൊന്നുമല്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹൈടെക് ഹോസ്പിറ്റൽ പോലെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ മോർച്ചറി എന്ന് പറഞ്ഞാൽ അവിടേക്ക് കടക്കാൻ തന്നെ, അവിടെ കാവൽക്കാരനൊന്നും വേണ്ട, കടക്കാൻ തന്നെ ഒരു കാർഡ് പഞ്ച് ചെയ്താലേ കടക്കാൻ പറ്റുള്ളൂ. അത്ര ലോക്കഡാണ്, കംപ്ലീറ്റ് ലോക്കഡാണ്. അപ്പോൾ അവിടേക്ക് കടക്കാനായിട്ട് ഉള്ള അനുവാദമുള്ള ഡോക്ടർമാർ വളരെ ചുരുങ്ങിയ ഡോക്ടർമാരാണ്. അതിൽ കടക്കാനായിട്ട് അതിന് അനുവാദമുള്ള ഒരൊറ്റ ഡോക്ടർ ഇവനൊരു ആളതിൻ്റെ. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇഷ്ടം പോലെ സ്ത്രീകളുടെ ബോഡികൾ, അതുപോലെ തന്നെ കാണാൻ ഭംഗിയുള്ള ബോഡികൾ, അതുപോലെ തന്നെ അങ്ങനെ പല ബോഡികളും പല രീതിയിൽ പ്രായത്തിലുള്ള ആൾക്കാരുടെ ബോഡികൾ, ഇഷ്ടംപോലെ അനാഥമായിട്ട് കിടക്കുന്ന ബോഡികൾ ഇങ്ങനെ ഒരുപാട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുവന്നാണ്ട് ഇടയല്ല, നമ്മൾ മരിച്ച എങ്ങനെയാണ് അതേപോലെ തന്നെ ഒരു കേടുപാടും പറ്റാണ്ടാണ് അതൊക്കെ ഇരിക്കുന്നത്. പിന്നെ കൂട്ടുകാരെന്താ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഒരു 8 മണി 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ കൂട്ടുകാരും കൂടി കൊണ്ടുവന്നിട്ട് ഈ മോർച്ചറിയുടെ ഉള്ളിൽ കടക്കും. മോർച്ചറി ഉള്ളിൽ കടന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാക്സിൻ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, പുതുതായി കണ്ടുപിടിച്ചുള്ളൊരു മരുന്നാണത്. അത് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മരിച്ച വ്യക്തികൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കണ്ണ് തന്നെത്താൻ തുറക്കും. അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അതൊരു പ്രത്യേക ഒരു ഇതാണത്. നമ്മൾ മരിച്ചതായാലും നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ സ്റ്റഡി ആയിട്ടല്ല നമ്മുടെ കയ്യിൽ നിൽക്കുക, പിന്നെ കൈ പിടിച്ച് മടക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ മരുന്ന് കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം റിലാക്സായി, മരിച്ച വ്യക്തികളായാലും ഫ്രീസറിൽ വെച്ചുള്ള ശരീരം റിലാക്സായി എന്ന് മാത്രമല്ല നമ്മുടെ കൈകളും കാലുകളും കണ്ണും ഒക്കെ വർക്ക് ചെയ്യും. അതൊരു പ്രത്യേക വാക്സിനാണത്. അതൊരു ഡോസുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സുന്ദരിയായ സ്ത്രീ മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ ആ സുന്ദരിയായ സ്ത്രീക്ക് നമുക്ക് ലൈംഗികപരമായിട്ട് അവൻ്റെ കൂട്ടുകാരനെ കൊണ്ട് മൂപ്പര് ഈ ഡോക്ടർ ലൈംഗികപരമായിട്ട് ബന്ധപ്പെടുന്നത് ശവത്തോടാണ്. ആ ശവമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ കൈകാലുകളുടെ അനക്കുന്നു, കാലുകളെ അനക്കുന്നു, കണ്ണുകളെ അനക്കുന്നു. ഇതൊക്കെ അവർ ഈ ഡോക്ടർ അപ്പോൾ വീഡിയോ എടുത്തിട്ട് അവരെ നഗ്ന ചിത്രങ്ങളെടുക്കും, ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും. ഇതെല്ലാം എടുത്തിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണ് ഇതൊക്കെ മൂപ്പര് സെയിൽ ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവിടെയൊക്കെ ഇതിനൊക്കെ കോടികളാണ് വില. അതുപോലെ തന്നെ ശവമായിട്ട് കിടക്കുന്ന ആൾക്കാരെ ഈ ഇഞ്ചക്ട് ചെയ്യാണ്ട് അത് അവരെടുക്കും. എടുത്തിട്ട് അതിന് പ്രത്യേക പൈസയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശവത്തിനെ ഭോഗിക്കുന്ന, ശവമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുന്ന ഒരാൾ എന്ന് പറഞ്ഞിട്ട് അതിന് ആ ഒരു വീഡിയോ ഇറക്കണതിന് അതിന് വേറെ പൈസ. അത് ആ വീഡിയോ ഒന്നും നമുക്ക് ഇന്ത്യയിലേക്ക് വരില്ല. അതൊക്കെ പ്രൈവറ്റായിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ പോകണം. ഇൻ്റർനാഷണൽ ലെവലിലാണ് അതിൻ്റെ സാമ്പത്തികം വരിക. ഇങ്ങനെ പല ആൾക്കാരെ വീഡിയോകളെടുത്ത് പല മാതിരി പോസുകൾ എടുത്തിട്ട് ഈ ഡോക്ടർ കോടികൾ സമ്പാദിച്ചു എന്നാണ് അതിൻ്റെ CBI കണ്ടെത്തിയത്. അപ്പോൾ ഇത്രയും വലിയ ബുദ്ധിമാനായ ഇത്രയും ശവങ്ങളെ വെച്ചുകൊണ്ട് ഇതുപോലെ കാശുകൾ ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ച അവൻ്റെയൊക്കെ തലയുടെ കാര്യം ഞാൻ ഒന്ന് ആലോചിക്കുക. അവനൊക്കെ ഇത്രയും വൃത്തികെട്ട ആൾക്കാരാണ് അവരൊക്കെ ഭൂമിയുടെ മുകളിൽ വെച്ചിരിക്കാനായിട്ട് കൊള്ളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒന്ന് ശവമായാൽ പോലും ഒരാളില്ലാത്ത ഒരു ഡെഡ് ബോഡി വന്നു, അല്ലെങ്കിൽ ഇപ്പം ഇന്ന് മരിച്ചു, അന്ന് ഒരു ദിവസം നമ്മൾ ഫ്രീസറിൽ വെക്കുന്നു, പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം. ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീയായിട്ട് ലൈംഗികവാഴ്ച നടത്തുന്ന വീഡിയോകൾ എടുക്കുന്നു. ആ സ്ത്രീ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇവർ നാച്ചുറലായിട്ട് ചെയ്യുന്നു. അത് കൊണ്ടുപോയി ഇൻ്റർനാഷണൽ മാർക്കറ്റ് കോടികൾക്ക് വിൽക്കുന്നു, ലക്ഷങ്ങൾക്ക് വിൽക്കുന്നു, അതിൻ്റെ ലക്ഷങ്ങൾ വരുന്നു. എന്താ സുഖമല്ലേ? അപ്പോൾ ഇത്രയും ഒരു ഹോസ്പിറ്റലിൽ ഇവൻ വിചാരിച്ചാൽ മാത്രം ഈ കാര്യങ്ങൾ നടക്കില്ല, ഇതിൻ്റെ മുകളിലുള്ളവരും വിചാരിക്കണം. അപ്പോൾ ഇവന് എന്തുകൊണ്ട് ഈ നമ്മുടെ മോർച്ചറിയിലേക്ക് കടക്കാനായിട്ടുള്ള പഞ്ചിങ് മെഷീൻ കിട്ടി? ഇവൻ്റെ ഒരു കാർഡുണ്ട്, ആ കാർഡ് കൊടുത്താൽ മാത്രമാണ് ആ ഡോറ് തുറക്കുള്ളൂ. അങ്ങനെ ഇവന് ഈ ഡോറ് തുറക്കാനുള്ള, ഈ മോർച്ചറിയിൽ എപ്പോൾ വേണമെങ്കിലും കയറാനുള്ള അനുവാദം കൊടുത്തത് ആര്? ഇവനൊരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറല്ല. അതുപോലെ തന്നെ ഈ ശവശരീരമായിട്ട് മോർച്ചറിയായിട്ട് ബന്ധപ്പെട്ട മേഖലയല്ല അവൻ്റെ ജോലി. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു വ്യക്തി അവർക്കും കാശ് കൊടുത്തുകൊണ്ട് ഇവന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ആ ഡോറ് തുറക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അത് വെച്ചിട്ടാണ് മൂപ്പര് കളിക്കുന്നത്. ആ കൊടികൾ കിട്ടുന്നത് ഇതിൻ്റെ മുമ്പിലും അവനും കാശ്. അപ്പോൾ ഈ ഒരു ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന എല്ലാ ഗാങ്ങിനും CBI അറസ്റ്റ് ചെയ്യണം. എന്നിട്ട് എല്ലാവരും
കൊണ്ടുവന്ന് ജയിലിലാക്കണം. അപ്പം നമ്മൾ ആലോചിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശവശരീരങ്ങൾക്ക് പോലും സ്ത്രീകൾക്ക് രക്ഷയില്ലാത്ത രാജ്യമാണ് ഇന്ത്യ. ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കഴിഞ്ഞു, ഇനി കണ്ടന്റ് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് വീഡിയോ അവിടെ നിർത്താം. ഓക്കെ, നമ്മളൊക്കെ അധ്വാനിച്ചിട്ടുണ്ട് പൈസ കിട്ടണത്. കഷ്ടപ്പെടാണ്ട് ആർക്കും പൈസ കിട്ടുന്നില്ല. നമ്മൾ ആരും കമ്മട്ടപ്പം വെച്ചിട്ട് നോട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്നില്ല. നമ്മുടെ വേർപ്പും നമ്മുടെ അധ്വാനം ആണ് നമ്മുടെ ഈ നോട്ടുകളായിട്ട് നമ്മുടെ കയ്യിൽ വരുന്നത്. അതാണ് നമ്മൾ ചിലവാക്കുന്നത്. നമുക്കെല്ലാവർക്കും ഓരോ ആൾക്കാർക്കും ഓരോ ജാതകമുണ്ട്. അത് ജനിക്കുമ്പോൾ എഴുതിയുള്ളതാണ്, ഇവിടെ എഴുതിയുള്ളതല്ല. ചിത്രഗുപ്തൻ എഴുതിയുള്ള ജാതകമാണ്. നമുക്ക് കഷ്ടകാലം ഉണ്ടായിരിക്കാം, നല്ല കാലം ഉണ്ടായിരിക്കാം. അതൊക്കെ വെറുതെ പറയണമെന്ന് നമ്മൾ പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലോ ശബരിമലയിലോ അല്ലെങ്കിൽ വടക്കുന്നാഥനിലോ എവിടെ പോയാലും നമ്മൾ ദൈവവിശ്വാസിയാണോ നിങ്ങൾ പോകണം. ഗുരുവായൂർ പോകണം, ശബരിമലയിൽ പോകണം, വടക്കുന്നാഥിൽ പോകണം, അമ്പലങ്ങളിലെല്ലാം നിങ്ങൾ പോകണം, തൊഴണം. നിങ്ങളുടേതായുള്ള ദുഃഖങ്ങളെല്ലാം ഒരു പ്രതിബന്ധനത്തിനോട് നമ്മളിൽ നിന്ന് ഒരു ശക്തി, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഒരു ശക്തിയോട് നമുക്ക് പറയാൻ തോന്നുമ്പോൾ നമ്മളതവിടെ ചെല്ലണം. നമ്മുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ആ ഒരു ശക്തിയോട് പറഞ്ഞ് നമ്മളവിടെ ഒരു മാനസാന്തരം വരണം. നമുക്കത് നമ്മളെല്ലാം ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി എല്ലാം അദ്ദേഹം നോക്കിക്കോളും, ദൈവം അച്ഛനെ ദൈവം നോക്കിക്കോളും എന്നൊരു മനസ്സിനൊരു ഉറപ്പ് കിട്ടണം. ആ ഉറപ്പ് കൊണ്ട് നമ്മൾ പോരുന്നുണ്ട്. ചിലവരുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് 10 കിലോ സ്വർണം കൊണ്ടുപോയിട്ട് കൊടുക്കണം, ആനേനെ കൊടുക്കണം, വലിയ വലിയ വഴിപാടുകൾ ചെയ്യുന്നു. ഇതൊന്നും ഞാൻ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോവുക, തൊഴുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. ദൈവത്തിന് പൈസ വേണ്ട. ദൈവം കൂടുതൽ പൈസ തരുന്നവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ഭൂമിയിലുള്ളത്. ഒരു ശക്തിയാണ്. അത് ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. പൈസ കൊടുക്കുന്നവർക്ക് കൂടുതൽ കഷ്ടകാലം മാറ്റി കൊടുക്കും, പൈസ കൊടുക്കാത്തവർക്ക് കഷ്ടകാലം കൂടുതൽ തരും, ഒന്നുമില്ല. നിങ്ങളുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലി പോലും നിങ്ങളൊരു അമ്പലത്തിൽ പോയിട്ട് കാശ് മുടക്കരുത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണ്. അതുമല്ല അമ്പലത്തിൽ പുഷ്പാഞ്ജലിക്കോ അത് ഭണ്ഡാരത്തിൽ കൊണ്ടിട്ടാലോ ആ കാശൊന്നും ദൈവത്തിന് 10 പൈസയുടെ ആവശ്യമില്ല. ദൈവത്തിന് 3 നേരം ഭക്ഷണം വേണ്ട, അതുപോലെ ദൈവത്തിന് ഒന്നും വേണ്ട. ഒരു വിളക്ക് പോലും ദൈവം ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഈ പൈസ എല്ലാം അവരെടുത്തിട്ട് വിഴുങ്ങണം. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന കാശ് മുഴുവൻ എവിടെയാണ് പോകണമെന്ന് നമുക്കറിയാലോ. അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. അതുപോലെ ശബരിമലയിൽ വരുന്ന കാശ് എവിടെയാണ്? അതൊക്കെ ഗവൺമെന്റിന്റെ കയ്യിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോവുക, തൊഴുക, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ദൈവത്തിനോട് പറയാം, അതെല്ലാം നടത്തി തരും. അതിന് നിങ്ങൾ 1 രൂപയുടെ കൈക്കൂലി ദൈവത്തിന് കൊടുക്കരുത്. ദൈവമായിട്ട് നിങ്ങൾക്ക് പൈസ ആയിട്ട് ഒരു ഇടപാടും വേണ്ട. പൈസ ദൈവത്തിന് ആവശ്യമില്ല. നിങ്ങളെല്ലാ ദുഃഖങ്ങളും കേൾക്കാനായിട്ടുള്ളൊരു ശക്തി ആ അമ്പലത്തിലുണ്ടായിരിക്കും. അവരോട് കാര്യങ്ങൾ പറയാം. 1 രൂപ പോലും നിങ്ങൾ ഭണ്ഡാരത്തിലിടോ, നിങ്ങളുടെ പേര് പറഞ്ഞ് പുഷ്പാഞ്ജലി നടത്തുകയോ, ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുകയോ, മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുകയോ, എന്തൊക്കെ കാശ് ചെലവുള്ള കാര്യങ്ങളായാലും നിങ്ങൾ അമ്പലത്തിൽ പോയി അതൊന്നും ചെയ്യരുത്. ദയവ് ഇത് നിങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന കാശാണ്. അത് നമ്മൾ വല്ല ആഹാരം കഴിക്കുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന് കാശ് വേണ്ട. കൈക്കൂലി കൊടുത്തുകൊണ്ട് നമ്മുടെ കഷ്ടകാലം ദൈവം തീർത്ത് തരില്ല. നമ്മുടെ കഷ്ടകാലം നമ്മൾ തന്നെ അനുഭവിച്ച് തീരണം. നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്നതാണ് നമ്മുടെ കഷ്ടകാലങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ തന്നെ അനുഭവിക്കണം. ഒരു പുഷ്പാഞ്ജലിക്കോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊണ്ടുപോയി ഗുരുവായൂർ അമ്പലത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള അമ്പലങ്ങളിലോ കൊണ്ടു കൊടുത്തുകൊണ്ടോ നമുക്ക് വരാൻ പോണ ഒരു കഷ്ടകാലം മാറിപ്പോവില്ല. അതൊക്കെ വെറും അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്നവൻ എങ്ങനെ പോയാലും അവൻ രക്ഷപ്പെടില്ല. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുക. ഈ പ്രകൃതിയെ നിലനിർത്തുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ദൈവം. ആ ദൈവത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാണാത്ത ദൈവത്തിനെ നമ്മൾ പൈസ കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു അമ്പലത്തിൽ പോയാലും ഒരു പള്ളിയിൽ പോയാലും 10 പൈസയുടെ ആവശ്യം അവിടേക്ക് നമ്മളായിട്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.